ടെഹ്റാനും ക്വാമിനും ഇടയ്ക്കുള്ള ഇറാന്റെ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ബോംബാക്രമണമാണ് ആ നിലയ്ക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ വിവരം, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വിവരം. ബോംബാക്രമണത്തിൽ 2 സൈനിക വാഹനങ്ങൾ തകർന്നിട്ടുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. ക്വാമിലേക്കാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ മാറ്റുന്നത്. ടെഹ്റാനിൽ നിന്ന് ഏതാണ്ട് 150 കിലോമീറ്റർ അകലെ ഉള്ള പ്രദേശമാണ് ക്വാം. അവിടേക്ക് 1500ഓളം വരുന്ന ഈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ അങ്ങോട്ടേക്ക് മാറ്റുകയാണ്. അവിടെ നിന്ന് സുരക്ഷിതമായ അർമേനിയയിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിനിടെ അമേരിക്ക യാത്രാവിലക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് പോകുന്ന അമേരിക്കൻ സിറ്റിസൺസിനോട് അവരോട് ലെവൽ 4 ആയിട്ടുള്ള സുരക്ഷാ യാത്രാവിലക്കാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യാത്രാ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം വിജയകുമാർ, അമേരിക്ക ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വരുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം G7 ഉച്ചകോടിയുടെ ആദ്യ യോഗം ഇന്ന് കാനഡയിൽ ചേർന്നു. അവിടെ നിന്നൊരു സംയുക്ത പ്രസ്താവന വരികയാണ്. അത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷ സാഹചര്യം ഒഴിവാക്കാൻ 2 രാജ്യങ്ങളും തയ്യാറാകണം എന്നാവശ്യപ്പെടുന്ന G7 ഉച്ചകോടിയുടെ അല്ലെങ്കിൽ ആ G7 രാജ്യങ്ങളുടെ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിൽ ഒപ്പുവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചിരിക്കുന്നു. അതിന് അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറായിട്ടില്ല എന്ന വിവരമാണ് വരുന്നത്. അമേരിക്കയുടെ ഈ യുദ്ധത്തിലെ പങ്ക്, അമേരിക്കയുടെ താല്പര്യങ്ങൾ, അമേരിക്ക ഇസ്രായേലിന് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുമോ, പ്രത്യക്ഷമായി യുദ്ധത്തിന്റെ ഭാഗമാകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവ്യക്തത നിലനിൽക്കുമ്പോഴാണ് ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാൻ ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കാനഡയിൽ ഈ G7 ഉച്ചകോടി നടക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമായി വന്നത് ഈ ചർച്ചകളിലേക്ക് തിരികെ പോകണം, ഇത് ഇരു കൂട്ടർക്കും അവർ രണ്ടുപേർക്കും 2 ഭാഗത്തും വേദനയുണ്ടാക്കുന്ന സംഭവ വികാസങ്ങളാണ്, അതുകൊണ്ട് ചർച്ചകളിലേക്ക് തിരികെ പോകണം എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഇക്കാര്യത്തിൽ അമേരിക്ക പ്രത്യക്ഷമായി യുദ്ധത്തിന്റെ ഭാഗമാകുമെന്ന് ചോദിച്ചപ്പോൾ അതിനോട് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. നേരത്തെ PPG സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിലും അതുപോലെ തന്നെ ഇറാന്റെ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ആണവ ചർച്ചകളുടെ കാര്യത്തിലുമൊക്കെ അമേരിക്കയ്ക്ക് ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് കൂടുതൽ പ്രകടമാവുകയാണ്. കാരണം ഇറാനുമായി നടത്തുന്ന ആണവ ചർച്ചകൾക്ക് തയ്യാറെടുക്കുകയും 5 ഘട്ടങ്ങളിലായിട്ടുള്ള ആണവ ചർച്ചകൾ പൂർത്തിയാക്കുകയും 6ാം ഘട്ടത്തിലേക്ക് കടക്കുകയും നിരായുധീകരണത്തിന് വേണ്ടി ഒപ്പുവെക്കാൻ ഉള്ള അമേരിക്കയുടെ സമ്മർദ്ദം, അതിന് നൽകിയ അന്ത്യശാസനത്തിന്റെ സമയം കഴിയുകയും ചെയ്ത തൊട്ട് അടുത്ത മണിക്കൂറിലാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. അത് അമേരിക്ക തന്നെ മുൻകൈയെടുത്ത്, അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയിൽ അമേരിക്ക തന്നെ ഇടപെട്ട് നടത്തിയിട്ടുള്ള ആക്രമണമാണ് എന്ന ആക്ഷേപം ഇറാനുണ്ട്. അതുകൊണ്ടാണ് ഇനി ഒരു ഘട്ടത്തിലും ഒരു ആക്രമണം നടക്കുമ്പോൾ അതിന് പ്രത്യാക്രമണമാണ്, അല്ലാതെ ചർച്ചയ്ക്കുള്ള സമയമല്ല എന്നൊരു നിലപാട് ഇറാൻ സ്വീകരിച്ചത്. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം അത് ഒരു യുദ്ധക്കുറ്റമായി കണ്ടുകൊണ്ട് അക്കാര്യത്തിൽ ഒരു അടിയന്തരമായ ഇടപെടൽ ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഇറാൻ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയെ സമീപിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര യുദ്ധക്കുറ്റമായി ഇതിനെ കാണണം. ഇസ്രായേലിന്റെ ഈ നീക്കം, ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ കേന്ദ്രം ആക്രമിക്കപ്പെട്ടത് ഒരു തരത്തിലും, മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇതിൽ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ ഒരു കാര്യം ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഇന്ത്യയിലെ ഇറാൻ എംബസി അല്പസമയം മുമ്പ് ഒരു എക്സ്പോസ്റ്റിൽ അവരൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. എ ഫ്യൂ മിനിറ്റ്സ് ago in a brutal attack the criminal Zionist regime targeted the building of Iran's state radio and television, killing and injuring a large number of Iranian journalists. We expect independent media in India to condemn this criminal act which clearly violates the international regulation എന്ന് പറയുന്നു. അതായത് നമ്മൾ നേരത്തെ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു. അവിടുത്തെ മാധ്യമപ്രവർത്തകർ, ജേർണലിസ്റ്റുകൾ നിരവധി പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്ത്യയിലെ ഇറാൻ എംബസിയാണ് പറയുന്നത്. ഈ ആക്രമണത്തെ അപലപിക്കാൻ ഇന്ത്യയിലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ അവർക്കൊപ്പം നിൽക്കണം എന്ന് അവരാവശ്യപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ എന്നൊരു വിവരം കൂടി ഇപ്പോൾ വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലെ ഇറാൻ എംബസിയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങളും അവരുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി അല്ലെങ്കിൽ ആ ടെലിവിഷൻ ചാനലിൻ്റെ ആ വലിയ കെട്ടിടം, അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇങ്ങനെ ഒരു തീപ്പന്തമായി ആളിക്കത്തുന്ന ഒരു ദൃശ്യം പങ്കുവെച്ചുകൊണ്ടാണ് ഇറാൻ ഇൻ ഇന്ത്യ, അവരുടെ ഇന്ത്യയിലെ ഇറാൻ എംബസി ഈ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് പരിക്കേൽക്കുക മാത്രമല്ല, അതിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന പ്രാഥമിക വിവരമാണ് ഔദ്യോഗികമായി ഇപ്പോൾ ഇന്ത്യയിലെ ഇറാൻ എംബസി അറിയിക്കുന്നത്. GK എന്ന ടെലിവിഷൻ സ്ഥാപനം അല്ലെങ്കിൽ കേന്ദ്രം ആക്രമിക്കപ്പെട്ടതോടുകൂടി അത് രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. അതൊരു യുദ്ധ കുറ്റത്തിന് സമാനമായ
ഒരു ഇടപെടലായി ഇസ്രായേലിന്റെ ആക്രമണത്തെ കാണുന്നുണ്ട്. അതിനോടുള്ള പ്രതികരണമാണ് ഇപ്പോൾ വിജയകുമാർ പറഞ്ഞത് ഇന്ത്യക്കകത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇതൊരു രാജ്യാന്തര യുദ്ധക്കുറ്റമായി പരിഗണിക്കണമെന്നും ഇതിലൊരു ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെടുന്നത്. ഐക്യരാഷ്ട്ര രക്ഷാസമിതി ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തണമെന്ന് ആവശ്യം വന്നിട്ടുണ്ട്. ഏതായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ ചർച്ചകളാണ് മുഖ്യമാർഗം എന്നൊക്കെ അമേരിക്ക പറയുമ്പോഴും ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കാനോ അതിന് മുൻകൈ എടുക്കാനോ അമേരിക്ക തയ്യാറാകുന്നില്ല എന്നതിൽ അമേരിക്കയുടെ ഒരു ഇരട്ടത്താപ്പ് പുറത്തു വരികയാണ്. അവിടെയാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി സയ്യിദ് അബ്ബാസ് അർഗച്ചി പറഞ്ഞത് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ആക്രമണം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് അത് സാധ്യമാകും. അത് ടെൽ അവീവിലേക്ക് നെതന്യാഹുവിനെ വിളിച്ച് ഈ ആക്രമണം, ഈ ഏകപക്ഷീയമായ ആക്രമണം അവസാനിപ്പിക്കാൻ പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ളതാണ്. ഏതായാലും യുദ്ധസമാനമായ യുദ്ധത്തിലേക്ക്, സമ്പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു സമാധാനത്തിന്റെ വഴികൾ തുറക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും തെളിഞ്ഞു വന്നിട്ടില്ല. പക്ഷേ ഈ നിലയിൽ രണ്ട് ഭാഗത്തും ആൾനാശം ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭ എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്നത് പ്രധാനപ്പെട്ടതാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ അധ്യക്ഷൻ പറഞ്ഞത് ഇത് നയതന്ത്രത്തിനും അതോടൊപ്പം തന്നെ ആണവ സമാധാനത്തിനും എതിരായിട്ടുള്ള നീക്കമാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിൻവാങ്ങണം എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ലോകരാഷ്ട്രങ്ങൾ UN പോലെയുള്ള ഐക്യരാഷ്ട്രസഭയെ പോലെയുള്ള അന്താരാഷ്ട്ര സമിതി ഒക്കെ എങ്ങനെയാണ് ഇനി ഈ പ്രശ്നത്തിൽ ഇറാൻ ഇസ്രായേൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോകുന്നത്, അമേരിക്ക ഇതിൽ നടത്താൻ പോകുന്ന നിലപാട്, അമേരിക്ക സ്വീകരിക്കാൻ പോകുന്ന സമീപനവും നിലപാടും എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും വരും മണിക്കൂറുകളിൽ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കാനഡയിൽ ഇന്ന് നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായി ഒരു സംയുക്ത പ്രസ്താവനയ്ക്കുള്ള നീക്കമുണ്ടാകുമ്പോൾ അതിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇസ്രായേൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അവിടെ ഒരു ഭരണകൂട മാറ്റത്തിനും അതോടൊപ്പം തന്നെ ഇറാന്റെ ആണവമോഹത്തിനും കനത്ത ആഘാതം ഏൽപ്പിക്കാനും പ്രഹരമേൽപ്പിക്കാനും ലക്ഷ്യമിട്ടിറങ്ങിയിരിക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിന് അമേരിക്കയുടെ പിന്തുണയും മൗനാനുവാദവും മാത്രമല്ല, വേണ്ടി വന്നാൽ അമേരിക്കയുടെ സൈനിക ശക്തി കൂടി പ്രയോജനപ്പെടുത്തുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതിലേക്ക് ആ സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണവും ഈ കാനഡയിൽ G7 ഉച്ചകോടിയിലെ പ്രസ്താവനയിൽ ഒപ്പുവെക്കാതിരുന്ന നടപടിയും സൂചിപ്പിക്കുന്നത്. വിജയകുമാർ. യെസ്, ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിയണമെന്ന ഇസ്രായേൽ മുന്നറിയിപ്പിന് പിന്നാലെ നഗരത്തിൽ പലയിടത്തും വലിയ സ്ഫോടനങ്ങളാണ് ആദ്യം ഉണ്ടായത്. അതിൻ്റെ പടിഞ്ഞാറൻ ടെഹ്റാനിലെ സൈനിക താവളം ഇസ്രായേൽ ആദ്യം ആക്രമിച്ചതോടെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി. തൊട്ടു പിന്നാലെ ഇറാന്റെ ആകാശ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന ഇസ്രായേലിൻ്റെ അവകാശവാദം വന്നു. അതിനുശേഷമാണ് ദേശീയ ടെലിവിഷൻ കേന്ദ്രം ആക്രമിച്ചത്, അവരുടെ റേഡിയോ സ്റ്റേഷൻ ആക്രമിച്ചു. തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായി. മാധ്യമപ്രവർത്തകർ നിരവധി പേർ കൊല്ലപ്പെട്ടു, പലർക്കും ഗുരുതരമായി പരിക്കേറ്റു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇറാൻ എംബസി പറയുന്നു അവിടുത്തെ നിരവധി ജേർണലിസ്റ്റുകൾ, മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർ അവർക്കൊപ്പം നിൽക്കണം എന്ന് ഇന്ത്യയിലെ ഇറാൻ എംബസി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു യുദ്ധ കുറ്റകൃത്യമായി കണക്കിലെടുക്കണം എന്നാണ് ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രായേലിൽ വലിയ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന വിവരം വന്നു. ടെൽ അവീവ് ഉൾപ്പെടെ ഹൈഫ ഉൾപ്പെടെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ആക്രമിക്കാൻ പോകുന്നു, ബാലിസ്റ്റിക് മിസൈലുകളുടെ നീണ്ട നിര അവിടേക്ക് വരുന്നു എന്ന സൂചന കിട്ടിയിരുന്നു. തൊട്ടു പിന്നാലെ വലിയ മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശം, ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ഇതുവരെ ഈ നഗരങ്ങളിൽ എവിടെയെങ്കിലും വലിയ സ്ഫോടനം നടന്നതായി സൂചനകളില്ല. എന്നാൽ ഒരു മിസൈൽ ആക്രമണം ഏത് സമയത്തും ഉണ്ടാകാം എന്ന ആ നിലയിലുള്ള തയ്യാറെടുപ്പ്, ആ നിലയിലുള്ള കരുതൽ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലുണ്ട്. G7 ഉച്ചകോടി കാനഡയിൽ പുരോഗമിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഒരു പൊതുപ്രസ്താവന ഉണ്ടാകുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവനയോട് സഹകരിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ആകത്തുക എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്ന നീക്കങ്ങൾ. ഇസ്രായേലും ഇറാനും നടത്താൻ പോകുന്ന നീക്കങ്ങൾ നിർണായകമാണ്. ആ വിഷയത്തിൽ എന്താണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ നിലപാടുകൾ എന്നതും അറിയാനിരിക്കുന്ന മണിക്കൂറുകളാണ്. ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ഖോമിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം അവരെ അർമേനിയ വഴി തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ഇവാക്വേഷന്
ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി മുൻകൈയെടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത്തരം നീക്കങ്ങൾ പുരോഗമിക്കുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഈ മണിക്കൂറിൽ എന്നോടൊപ്പം ടി.കെ. റീജിത്ത് കൂടി ചേരുന്നുണ്ട്, സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. റീജിത്ത്, എന്താണ് പുതിയ വിവരങ്ങൾ? നിലവിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാനിലുണ്ടായ സംഘർഷ സമാന സാഹചര്യങ്ങൾ അതേ നിലയിൽ തുടരുന്നു എന്നാണോ? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഇസ്രായേലിൽ നിന്നോ ഇറാനിൽ നിന്നോ ഈ മണിക്കൂറിൽ ലഭ്യമാണ്? എസ് വിജയകുമാർ, യുദ്ധസമാന സാഹചര്യം എന്നതിൽ നിന്ന് ഒക്കെ മാറി സമ്പൂർണ്ണമായൊരു യുദ്ധ സമാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിയണം എന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് നേരത്തെ നിലവിലുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് നഗരത്തിൽ പലയിടത്തും വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നത്, സ്ഫോടന പരമ്പരകൾ നടന്നിരിക്കുന്നത്. അതിൽ തന്നെ തന്ത്രപ്രധാന മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത്. പടിഞ്ഞാറൻ ടെഹ്റാനിലെ സൈനിക താവളം ഇസ്രയേൽ ആക്രമിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവന്നു. അതുപോലെ വൻ സ്ഫോടന ശബ്ദം കേട്ടു എന്ന വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അതിന് പിന്നാലെയാണ് നാശനഷ്ടങ്ങൾ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇപ്പോഴും അവിടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്ന ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന് നേരെ നടന്നിട്ടുള്ള ആക്രമണമാണ്. അത് ഏതാണ്ട് പൂർണ്ണമായി അതിൻ്റെ ആസ്ഥാന കെട്ടിടം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലും അത് സംപ്രേഷണം തുടരുന്നുണ്ട്. അതിൽ പ്രത്യക്ഷപ്പെട്ട ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ വാർത്താവതാരക ആദ്യഘട്ടത്തിൽ പേടിച്ച് ഓടുന്നത് നമ്മൾ കണ്ടെങ്കിലും പിന്നീട് അവർ തന്നെ ആ ടെലിവിഷൻ ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നതും ആക്രമണം തുടരാൻ ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്നതുമൊക്കെ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടു. ലോകരാജ്യങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് വരും മണിക്കൂറുകളിൽ. കാരണം അവരുടെ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളുടെ നിലപാട് ശ്രദ്ധേയമാണ്. G7 ഉച്ചകോടി നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നത്. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ സ്വഭാവത്തിലുള്ള നീക്കങ്ങളാണ് ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ സജ്ജമായി നിൽക്കുന്നു എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ആക്രമണമുടൻ, തിരിച്ചടി ഉടൻ എന്ന തരത്തിലുള്ള പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നു. അമേരിക്കയൊക്കെ തുടർന്ന് എന്ത് നിലപാടാണ് ഇതിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. G7 ഉച്ചകോടിയിൽ ഒരു പ്രസ്താവനയിൽ ഒപ്പുവെക്കില്ല എന്നുള്ള നിലപാടൊക്കെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇറാനാണെങ്കിൽ ഇതിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണം എന്നുള്ള ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അത് ചൂണ്ടിക്കാട്ടുന്നത് ഈ ടെലിവിഷൻ ചാനലിന് നേരെ നടന്ന, ഇറാൻ ടിവിക്ക് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. അത് യുദ്ധക്കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധക്കുറ്റവാളിയാണ് എന്ന തരത്തിലുള്ള പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. നേരത്തെ കടുത്ത ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ ആക്രമണം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഇരുപക്ഷത്തു നിന്നുമുള്ള നേതാക്കൾ നൽകിയതാണ്. ഇപ്പോൾ KR ഗോപികൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ? ഇതിൽ തന്നെ ഏറ്റവും പ്രധാനം ഇനി എന്തെങ്കിലും തരത്തിലുള്ള സമവായ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തെ പോലും അപ്രസക്തമാക്കിക്കൊണ്ട് തന്ത്രപ്രധാനമായ ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം നടക്കുന്ന ഘട്ടം. ഇനി G7 ഉച്ചകോടിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ആ മേഖലയിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഇസ്രയേലിന് തിരിച്ചടിയാവുന്ന തരത്തിലുള്ള ഒരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള പൊതുവായുള്ള വിലയിരുത്തൽ. ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കില്ല എന്നുള്ള ട്രംപിന്റെ നിലപാട്, ഇതിനെയൊക്കെ എങ്ങനെ കൂട്ടിവായിക്കണം KR ഗോപികൃഷ്ണൻ? റിജിത്ത്, അതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് ഖമനായിയെ കൊല ചെയ്യാൻ വേണ്ടി ആക്രമിക്കാനും വധിക്കാനുമുള്ള പദ്ധതിയെ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി, അങ്ങനെ ഒരു പദ്ധതി ഇട്ട് അത് നടപ്പാക്കിയാൽ അത് ഒരു കാരണവശാലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തെ കൂട്ടുകയില്ല, മറിച്ച് ആ സംഘർഷം ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ആത്യന്തികമായ ലക്ഷ്യം അയത്തുള്ള സയ്യിദ് ഖമനായിയെ വധിക്കുക എന്നതിലേക്കുള്ള സൂചന നെതന്യാഹു നൽകുന്നു. മാത്രമല്ല, ഈ പ്രശ്നത്തിൽ ഇനി കൂടുതൽ ആണവശാസ്ത്രജ്ഞരെ, ഏറ്റവും ഉന്നതരായിട്ടുള്ള പ്രധാനപ്പെട്ട ആണവശാസ്ത്രജ്ഞരെ തങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ കൂടുതൽ മേഖലകൾ ഞങ്ങൾക്ക് ഇനി പരിശോധിക്കാനുണ്ട്. അത്തരം മേഖലകളിൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. വി ഹാവ് ടാർഗറ്റഡ് their top nuclear scientist എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല,
ഖമനയിയെ കൊല ചെയ്യാൻ വധിക്കാൻ വേണ്ടിയുള്ള ആലോചനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നൽകുന്ന മറുപടി, വി ആർ ഡൂയിങ് വാട്ട് വി നീഡ് ടു ഡു, എന്താണോ ഞങ്ങൾ ചെയ്യേണ്ടത് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ്. മാത്രമല്ല ബെഞ്ചമിൻ നെതന്യാഹു ഒരല്പം കൂടി കടന്നു പറയുന്നത് മാനവരാശിക്ക് വേണ്ടിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതായത് ഇറാന്റെ കൈവശം അണ്വായുധമുണ്ടായാൽ അത് ലോകത്തിനാകെ ഭീഷണിയാണെന്നും ഇന്നത് ടെൽ അവീവ് ആണെങ്കിൽ നാളെ അത് ന്യൂയോർക്ക് ആണെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അമേരിക്കയ്ക്ക് കൂടി സംരക്ഷണം ഒരുക്കുന്ന തരത്തിൽ, അമേരിക്കയ്ക്ക് കൂടി ഭാവിയിൽ വെല്ലുവിളിയാകാവുന്ന ഒരു ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലൂടെ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന വ്യോമാക്രമണത്തെ ന്യായീകരിച്ചിരിക്കുന്നത്. റീജിത്ത്, ഇതിനിടയിൽ വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ വരികൾക്കിടയിൽ വായിക്കേണ്ടത്, അമേരിക്കയെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട്, അമേരിക്കയെ കൂടി യുദ്ധമുഖത്തേക്ക് ക്ഷണിച്ചുകൊണ്ട്, അമേരിക്കയെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലെ വാചകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പൊതുവെ ലോകത്തിന് മുഴുവൻ ശത്രുവായിട്ടുള്ള മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇസ്രായേൽ ഇപ്പോൾ പോരാട്ടം നടത്തുന്നതെന്നും ഇന്ന് ടെൽ അവീവ് ആണെങ്കിൽ നാളെ ഈ ശത്രു ന്യൂയോർക്കിനെ ഇല്ലാതാക്കുമെന്നും അതുകൊണ്ട് അമേരിക്കയ്ക്ക് കൂടി വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് ഇസ്രായേൽ ഇറാന് മേൽ നടത്തുന്ന വ്യോമാക്രമണം എന്ന് ന്യായീകരിക്കാനും ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നേടിയെടുക്കാനും ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയെ നേരിട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒരു നിലപാട് നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ഒരു മന്ത്രി പറഞ്ഞത്, ഇത് അമേരിക്ക നേരിട്ട് ഇതിന്റെ ഭാഗമാകേണ്ട സമയമായിരിക്കുന്നു, കാരണം അടിയന്തരമായി ഈ വിഷയങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യമായിരിക്കുന്നു എന്നതാണ്. അവിടെയാണ് റീജിത്ത് ഇതിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയ്ക്ക് കൂടി വേണ്ടി നടത്തുന്ന പോരാട്ടമാണെന്ന് പറയുകയും അതേസമയം തന്നെ G7 ഉച്ചകോടിയിൽ കാനഡയിൽ ഇന്ന് നടന്ന G7 ഉച്ചകോടിയിലെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാതെ ഡൊണാൾഡ് ട്രംപ് മാറി നിൽക്കുകയും ഈ യുദ്ധത്തിൽ പ്രത്യക്ഷമായി ഇടപെടുമോ എന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ആ കാര്യത്തിൽ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതുമൊക്കെ ഒരുപക്ഷെ ഇസ്രായേൽ ലക്ഷ്യമിടുന്ന ഇറാനിലെ ഭരണമാറ്റവും ഇറാനിലെ ആണവ പരീക്ഷണങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങൾക്കും വേണ്ടി വന്നാൽ പ്രത്യക്ഷമായി തന്നെ യുദ്ധരംഗത്തേക്ക് ഇറങ്ങാൻ ഡൊണാൾഡ് ട്രംപ് കരുതിയിരിക്കുന്നുണ്ടാകണം എന്ന സൂചനയാണ് നൽകുന്നത്. ഏതായാലും അങ്ങേയറ്റം സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷ സാഹചര്യം കടക്കാൻ പോവുകയാണ്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് തയ്യാറെടുത്തുകൊള്ളൂ, അതിന് നിങ്ങളുടെ കൺമുന്നിൽ അത് കാണിച്ചു തരാൻ പോകുന്നു എന്ന വെല്ലുവിളി ഇറാൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇസ്രായേലിലെ റൈഫ പോലെയുള്ള നഗരങ്ങളിൽ, തീരദേശ നഗരങ്ങളിലൊക്കെ ഇപ്പോൾ അപായ സൈറനുകൾ നൽകി അവിടുത്തെ ജനങ്ങളോട് ബങ്കറുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടയിലാണ് ടെഹ്റാനും കൊമ്മിനും ഇടയ്ക്കുമുള്ള ആ മേഖലയിലൂടെ പോവുകയായിരുന്ന ഇറാന്റെ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഇസ്രായേലിന്റെ ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 സൈനിക വാഹനങ്ങൾ നശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇപ്പോൾ ഉള്ളത് ടെഹ്റാനിലുള്ള ഏതാണ്ട് 1600ഓളം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ കുറിച്ചാണ്. ആ ഗവേഷണ വിദ്യാർത്ഥികൾ, ആ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ സുരക്ഷിതമായി കോമിലേക്ക് മാറ്റാനും അവിടെ നിന്ന് അർമീനിയ വഴി അവരെ പുറത്തേക്ക് കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ടെഹ്റാനിൽ നിന്ന് 148 കിലോമീറ്റർ അകലെയാണ് കോമുള്ളത്. അവിടേക്ക് പോകുന്ന ആ പ്രദേശത്ത് അവിടെ വെച്ചാണ് ഇറാന്റെ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിനിടയിൽ അമേരിക്ക യാത്രാ വിലക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ലെവൽ 4 നിർദ്ദേശങ്ങളാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യുന്ന അമേരിക്കൻ പൗരന്മാരോട് കരുതണമെന്നും ആ യാത്ര പരമാവധി ഒഴിവാക്കണമെന്നുമാണ് അമേരിക്ക നൽകിയിരിക്കുന്ന നിർദ്ദേശം. റീജിത്ത്.